ാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിനാണ് മായാവതി നോട്ടീസ് നൽകിയിരുന്നത്. സമയപരിധിയായ 3 മിനിറ്റ് കഴിഞ്ഞതോടെ ഡെപ്യൂട്ടി ചെയർമാൻ PJ കുര്യൻ ഇടപെട്ടതാണ് മായാവതിയെ പ്രകോപിപ്പിച്ചത്. വിഷയം അവതരിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ താൻ രാജ്യസഭാംഗത്വം രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കിയ മായാവതി പിന്നീട് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഉത്തർപ്രദേശിൽ ഗുണ്ടാരാജാണെന്ന് കുറ്റപ്പെടുത്തിയ മായാവതി പാർലമെന്റിൽ തന്റെ വായ് മൂടിക്കെട്ടാനാണ് ശ്രമമെന്നും ആരോപിച്ചു. देश और जनहित के मुद्दों पर अपनी पूरी बात नहीं रख सकती, खास तौर से जिस समाज से मैं ताल्लुक रखती हूँ, अपने वीकर सेक्शन के हितों की मैं अपनी बात नहीं रख सकती, दलितों के आदिवासियों के हितों की बात नहीं रख सकती, तो मुझे इस हाउस में अब रहने का कोई अधिकार नहीं है. BJPക്ക് ജനങ്ങൾ വോട്ട് ചെയ്തത് ദളിതുകളെയും ന്യൂനപക്ഷങ്ങളെയും കൊല ചെയ്യാനല്ലെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് കുറ്റപ്പെടുത്തി. ലോക്സഭയിൽ കർഷക പ്രശ്നം ഉന്നയിക്കാനുള്ള പ്രതിപക്ഷ ശ്രമം സ്പീക്കർ സുമിത്ര മഹാജൻ അനുവദിച്ചില്ല. തുടർന്നുള്ള ബഹളത്തിൽ സഭ നാളത്തേക്ക് പിരിഞ്ഞു. ചൈനയുടെ അതിർത്തിയിലെ പ്രകോപനം ചർച്ച ചെയ്യാനും പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.